എടോ താൻ അങ്ങോട്ട് പോ. വാ പുറകെ വാ. എടാ ഓടിയാ നിക്കടാ അവിടെ. ഒരു നേരം കാലമല്ലേ പരിസര ബോധമില്ലാത്ത വർഗം. എങ്ങോട്ട് പോയത്? എന്നെ രക്ഷിക്കണേ. നിക്കടാ ഓടിയാ. നിക്കാനാ പറഞ്ഞത്. എനിക്ക് നിക്കാൻ അറിയില്ല, കക്കാനേ അറിയൂ. ഓടി ഓടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ചേച്ചി ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? അവിടെ പോലീസ്. എവിടെ പോയാ പെരിച്ചാഴി? കാണുന്നില്ല സാർ. വാ. രക്ഷപ്പെട്ട് പോലീസുകാർ പോയി. ഞാൻ പിടിതരില്ല. പിന്നെയും പുറകെ വരുന്നു. ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത്? വേറെ പണിയില്ലേ? പോകാം. വണ്ടി എവിടാ കിടക്കുന്നേ? അയ്യോ അമ്മേ. സാറേ, പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കൈനീട്ടി അടിക്കാത്തത്. നീ എങ്ങനെയാണ് ഓടിയാ ജനല് വാതിൽ പൊളിക്കാതെ വീടിന്റെ അകത്ത് കയറുന്നത്? അയ്യോ, അതെന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എന്റെ വീട്ടിലെ കയറണമല്ലേ? അയ്യോ, അടിക്കരുത് സാറേ. സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം. അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം. ഇതാണോടാ തെണ്ടി പ്രമാദമായ കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞു? സാറേ അടിക്കരുത്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. സാറിന്റെ മകൾ എഴുതിയ പ്രണയലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാണ്. ആർക്കാ അവൾ എഴുതിയിരിക്കുന്നത്? മറ്റാർക്കുമല്ല, സാറിന്റെ കീഴിലുള്ള വെറും തുക്കട പോലീസുകാരനായ പവിത്രന്. ചതിച്ചോ? വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട പവിയേട്ട, ലോകത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സാധനം പൊതുജനങ്ങൾക്കുള്ളതാ. പവിയേട്ടന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ്. കാന്തമോ? പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല. പവിയേട്ടന്റെ 10% പോലും കഴിവും തന്റെ ഇടവും ഇല്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്. SP-യുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ട് ഇണങ്ങുന്നത് പവിയേട്ടനാണ്. സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി. അച്ഛൻ എന്നെ IG-യുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മഹാലക്ഷ്മി. ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ്. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ IG ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും. എന്തു പറയുന്നു മിസ്റ്റർ SP സാർ? സാർ, മോള് കാണാൻ വന്നിട്ടുണ്ട്. വന്നോ? അടോ, ആ പവിത്രൻ എവിടെ ഉണ്ടോ? സാറ് പേടിക്കണ്ട, പവിത്രൻ മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പ പറഞ്ഞുള്ളൂ. തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തടി കുറയുമോ? ദിവസം എത്ര തവണ ചെയ്യണം? അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല. ആരെങ്കിലും ആഹാരം വേണോന്ന് ചോദിക്കുമ്പോ മാത്രം. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇതാണോ ഓടിയൻ ചന്തു? അതെ. താനല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ബാഗുമായി സാരി വിൽക്കാൻ വീട്ടിൽ വന്നത്? നീ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യമാ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛനെ കാണാൻ വന്നതാന്ന്? നീ എന്റെ റൂമിലേക്ക് പോ, എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട്. നീ പോയിക്കോ. അതെ, ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലാ വന്നതേ. തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് ഒരു 40 പൈസ കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് പോടാ. എന്നാൽ ചാം ലെറ്റർ ചോം ലെറ്റർ ചുമ്മര ലെറ്റർ. എന്താ വെറുതെ വിട്ടത്? എടോ, വെറുതെ നിന്ന് നേരെ കളയാതെ താൻ പോയി ആ മദ്യ ദുരന്തത്തിന്റെ ഫയൽ എടുത്ത് പഠിക്കേ. സാർ, യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്? തനിക്കതിന്റെ കാരണം അറിയണമല്ലേ? മേലാൽ ഇമാതിരി വലിയ വലിയ കാര്യങ്ങളിൽ തലയിടാമെന്നാൽ തന്റെ 2 കണ്ട് ഞാൻ കുത്തുപൊട്ടിച്ചോളയും. ഒരു കാശ് മുടക്കില്ലാതെ വെറുതെ കണ്ണുകളിൽ കാന്തം എടുത്ത് വെച്ചോണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ, അരുമ പൂവാടി
മതിടാ പരീക്കുട്ടി. ഞാൻ പാടും. പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകും. പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരുമെന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായി കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികൾ താടിയും മുടി നീട്ടി വളർത്തുന്നത് കണ്ടിട്ടാ ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ലാന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മു വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. പഞ്ചറകട നീ എന്തിനാ തലൂത്തിയിരിക്കുന്ന? അവിടെ ഇരിക്കേ. മോനിരിക്കെ, എപ്പോഴും വീഴാറില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ? ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ, 6 കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കോടീശ്വരൻ. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലിയും. അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പയെ മല്ലു സിംഗ് കൂടെ നിർത്തിയതാ. പപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയായിരുന്നു ഇവനും. എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താന്നറിയോ? മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു. മല്ലുവിനെ സ്പോട്ടി ചവിട്ടി എടുത്ത് വെളിയിൽ കളഞ്ഞു. മോനെ, അനിമോനേരി, എന്നെ നോക്കി. ഞാൻ നല്ല ഗ്ലാമർ അല്ലേടാ? എനിക്ക് എന്താണ് ഒരു കുറവ്? അന്ന് ഇച്ചിരി കറുത്തായിരുന്നു. അതൊരു തെറ്റാണോ? ആ ഒറ്റ കാരണം കൊണ്ട് ആ മല്ലുത്തണ്ടി അവന്റെ വെളുത്ത പെങ്ങളെ എനിക്ക് തരാണ്ടിരുന്നത്. മോനെ, എന്തോ നീ കേക്കണം. ആ മല്ലു പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അവന്റെ പെങ്ങളെ വെളുത്തൊരാൾക്ക് മാത്രമേ കൊടുക്കൂന്ന്. നിനക്കറിയോ? അതുകൊണ്ട് 1 കിലോ ഫെയർ ആൻഡ് ലവ്ലി ഞാൻ ഒരു ദിവസം തേക്കണേ. കുറച്ചൊക്കെ തിന്നുകയും ചെയ്യും. എനിക്കിപ്പോ സൂര്യനെ പേടിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കണേ. നീ കള്ളു ഷാപ്പിക്കാരന പോലെ തലയിൽ മുണ്ടിട്ട് പതുങ്ങി വരുന്നത് ഇതാരെ പേടിച്ചു? മല്ലുവിനെ അല്ലാതെ അറിയാ. എടാ, ഞാൻ ഇപ്പോഴും ഈ വൃത്തികെട്ടവന്റെ കൂടെയാന്ന് പറഞ്ഞ അവന്റെ നട്ടല് ചവിട്ടി ഓടിക്കും. അതാ മോനെ, നീ പേടിക്കണ്ടടാ. ഇവൻ പ്രശ്നക്കാരൊന്നുമല്ല, നമ്മുടെ കമ്പനിയാ. ഇവൻ പ്രശ്നക്കാരനാകും. മല്ലുവിന്റെ പെങ്ങന്മാരെങ്കിലും നോക്കിയെന്നറിഞ്ഞു. ആരാടാ മല്ലുവിന്റെ പെങ്ങന്മാരെ നോക്കിയത്? ഞാനൊന്നുമല്ല. ഞാൻ ഇവനൊരു താക്കീത് കൊടുത്തു. കൊടുത്തോ. അതും മാത്രം ഞാൻ സഹിക്കില്ല. മല്ലുവിന്റെ പെങ്ങന്മാർ എന്റെയും പെങ്ങന്മാരാ. നിനക്ക് അടിക്കണം? അടിക്കും. മല്ലുവിന്റെ പെങ്ങന്മാരെ ആര് നോക്കിയാലും ഞാൻ അടിക്കും. അതല്ലടാ, മോൾ അടിക്കണോ? അതും ഞാൻ അടിക്കും. അത്ര അടിക്കണ്ട, കുറച്ച്. ഇവൻ ഇത്തിക്കണിയാണോടാ? ഏയ് ഹനുമാൻ, ഹനുമോൻ ഒരു അരി അന്വേഷിച്ചു വന്ന. ഏത് ഹരി? നിന്റെ ബീഡി പയ്യനാ? ആശവൊന്നുമല്ല, ഹരീന്ദർ സിംഗ്. ഒരു പോണില്ല. എന്ത് സാധനമുണ്ട്? ഹലോ, ഇല്ല, പോണില്ല. ഓട്ടം ചേട്ടാ, പോവാം. ഒരു സാധനം വായിക്കണുണ്ടല്ലോ. ഹലോ, ഇത് ഓടുന്ന ഓട്ടോയാണോ ഓടാത്ത ഓട്ടോയാണോ? ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓട്ടം പോയേക്കാം. കേറിക്കോ. എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇവിടെ ഒന്നും അത്ര പിടിയില്ല. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? അടുത്ത ബാറുണ്ട്, അങ്ങോട്ട് വിടാം. അതൊന്നും വേണ്ട. എനിക്ക് സ്ഥലമൊന്നും അത്ര പിടിയില്ലാത്തോണ്ടാ. എനിക്ക് ഇദ്ദേഹത്തെ കാണേണ്ടത്. അറിയോ? അറിയോന്നോ? ഇദ്ദേഹത്തിന്റെ വകയിലൊരു അനുജനായിട്ട് വരും. ഇദ്ദേഹത്തെ ഞാൻ അറിയും. ഞാൻ ഇദ്ദേഹത്തിന്റെ കമ്പനി കുറെ കാലം ഉണ്ടായിരുന്നു. കേറിക്കോ. ഇവിടെയാണോ വലിയേട്ടൻ ഓഫീസ്? ഇവിടെ മാത്രല്ല, സിറ്റിയുടെ പല ഭാഗത്തും ബ്രാഞ്ചുകളുടെ മനുഷ്യനാ. പിന്നെ ഇവിടെയാണ് മെയിൻ. നേരെ നടന്ന് വലത്തേക്ക്. ഇതാണ് ചില മുതലാളിമാരുടെ എളിമ എന്ന് പറയുന്നത്. വലിയേട്ടനൊരു സ്ഥിതി വെച്ചിട്ട് സിറ്റിയിൽ എവിടെ വേണമെങ്കിൽ താമസിക്കാമല്ലോ. വിട്ടിട്ട് ഇങ്ങനെ എളിമ എത്രയായി? പൈസ ഒന്നും വേണ്ട. അദ്ദേഹത്തിന് എന്റെ ഞാൻ പൈസ വാങ്ങൂല. നേരെ നടന്നോ വലത്തേക്ക്. ഓക്കെ? വലിയേട്ടൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണി തന്നെ. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അയാൾ
അവന്റെ കാര്യം ഞാൻ നോക്കാം. നല്ലൊരു ഫീറ്റ് വേണം. വണ്ടി എടുക്കണോ? പോലീസ് സ്റ്റേഷൻ തൃക്കര. പിന്നെ വടയും പഴമൊക്കെ സത്യം എടുത്ത് വെക്ക്. കള്ളി എന്താണ് ചുറ്റിക്കളി? അല്ല ഞാനൊരു മുണ്ടടിച്ചിട്ടോ? അല്ലാതെ മുണ്ടടിച്ചിട്ടോ? മനുഷ്യനെ കളിയാക്കുന്നു. അല്ല സാർ, പേടിച്ചിട്ടാ. എന്റെ അച്ഛൻ ഒരു പോലീസായിരുന്നു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കാണുമ്പോ ഇപ്പോഴും അറിയാതൊരു പേടി. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ ആക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞങ്ങൾ. പോലീസ് ജനങ്ങളുടെ സുഹൃത്താണ്. ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനോട് എന്തും പറയാം. അത് മാത്രം എടുക്കരുത്. ഇത് മാത്രം പറയരുത്. നീ വന്ന കാര്യം പറയടാ. ഞാൻ കൃഷ്ണപുരത്ത് നിന്ന് വരിക. വന്നോളൂ. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന സേതു. ചെങ്കിരി സേതു. പുള്ളിക്കാരൻ എന്റെ എന്റെ ആരുമല്ല. ആരും അല്ലേ? എന്താണ് ഒരു വിക്കലും പറയലും ഒക്കെ? അല്ല, എന്റെ വകയിലൊരു ഏട്ടനായിട്ട് വരും. എന്താണ് ആദ്യം പറയണേ? ഇങ്ങോട്ട് വന്നേ. വേണ്ട വേണം വേണ്ട വേണം. വേണ്ട. ചങ്കിരിയുടെ അനിയനല്ലേടാ? അല്ല. ആണ്. അല്ല. ഇങ്ങോട്ട് വരാം. അല്ല, പെട്ടെന്ന് മരിക്കട, ഇല്ലെങ്കിൽ ഇടികൊണ്ട് ചാവും. നല്ലതാ. നീ എന്നെ ക്ലിപ്പിട്ട് ജീപ്പിലോട്ട് തള്ളിയ തള്ളലുണ്ടല്ലോ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. പക്ഷെ ഞാനൊന്ന് കണ്ണ് കാണിച്ചായിരുന്നു. നിന്റെ കണ്ണു കാണുമ്പോ ഇത്തിരി കൂടിപ്പോന്ന്. എടാ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചായിരുന്നു. കാര്യമൊക്കെ ശരി, ദേഹം നൊന്താൽ എന്റെ സ്വഭാവം മാറും. വല്യേട്ടാ. വല്യേട്ട് മമ്മൂട്ടിയുടെ ഒരു പടമല്ലേ? വല്യേട്ടാ, എന്നെ മനസ്സിലായില്ലേ? കൃഷ്ണപുരത്തെ മാധവിയമ്മയുടെ മകൻ ജയൻ, ജയശങ്കർ. ഏത് കൃഷ്ണപുര, ഏത് മാധവിയമ്മ എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റിന് വല്യേട്ടന്റെ അച്ഛൻ എനിക്ക് തന്ന ശിക്ഷ, അന്ന് അദ്ദേഹം അരിവാള് വെച്ച് വെട്ടിയ വെട്ട്, ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് വല്യേട്ടാ. ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. അതല്ല, വെട്ടിയ പാട് ദാ ഇവിടെ. എനിക്കൊന്നും അറിയില്ല. അയ്യോ, ഞാൻ വല്യേട്ടൻ എണീച്ചേ. എണീക്ക്. എന്തിന്? എണീക്ക്. ഒന്ന് കുനിഞ്ഞു നിന്നേ. ഇത് കണ്ട, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാശ് മോഷ്ടിച്ചതിന് വല്യച്ഛൻ വെട്ടിയൊരു വെട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. കുനിച്ചു നിർത്തിയത് മതിയടാ. നിന്നെ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിരിക്കട്ടെ, എന്റെ വല്യേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചേ? എന്താ പോലീസ് പിടിച്ചെന്നാ? ആരെ പിടിച്ച്? നിന്റെ വല്യേട്ടന്റെ നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നാണ് ഞങ്ങള്. നാട്ടുകാരുടെ തല്ലോ? എന്തിന്? ഒന്നും പണ്ടൊക്കെ മോഷ്ടിച്ച പിന്നെ നാട്ടുകാരെ തല്ലല്ലേ? മോഷ്ടിക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വല്യേട്ടാ. മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, എന്റെ മുഖത്തോ? എന്റെ മുഖത്ത് അതുണ്ട്. താങ്ക്സ് ഗോഡ്. എടാ, ഈ സിറ്റിയെ കിടുകിട വിറപ്പിക്കുന്ന പോലീസുകാരുടെ ആത്മമിത്രമായ കുപ്രസിദ്ധ മോഷ്ടാവ് ചെങ്കീരി സേതു, ഉടുമ്പ് സേതു എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ കേട്ടോ, അത് ഞാനാണ്, സേതുരാമൻ. വല്യേട്ടാ, നിന്റെ മാത്രമല്ലടാ, കള്ളന്മാരുടെ മൊത്തം വലിയേട്ടനാടാ ഈ ഞാൻ. നാട്ടുകാരനെ പിടിക്കാൻ തുടങ്ങുമ്പോ ദാ ഇവര് എന്റെ ഫ്രണ്ട്സ് എന്തേലും കാരണം ഉണ്ടാക്കി അപ്പ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. തവള കരയുന്ന എടുക്ക്. ഹലോ. സാർ, കംപ്ലൈന്റ് ആയിട്ടൊന്നുമില്ല സാർ. നമ്മുടെ ചെങ്കീരി സേതു. ആരാടേ? ഫോട്ടോസേ രമണൻ സാർ. നമസ്കാരം സാറേ. സാർ, ഇന്നലെ ഒരു പൊതി കൊടുത്തയച്ചായിരുന്നു, കിട്ടിയല്ലോ അല്ലേ? എന്താ മോൻ അടുത്ത ആഴ്ച MB അഡ്മിഷനോ? എത്ര വേണം? 30? ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. ശരി. രമണന്റെ മോൻ MBക്കായി. കഴിഞ്ഞ വർഷം അവൻ BA ആയിരുന്നു, ഇപ്പൊ MBA. ഇനി 2 വർഷം കൂടെ കഴിഞ്ഞാൽ MBBS. പിള്ളേര് വരളുന്ന വരൾച്ചേ. ഫയലും കൊടുത്തേ. പിടിച്ചേ, ഇവിടെ ഒപ്പിട്ടെ. ഈ നാട്ടുകാരെ മുമ്പ് വെച്ചല്ലേ എന്നെ പിടിച്ചത്. ജസ്റ്റ് ഒരു സാക്ഷി വേണം, അത്രേ ഉള്ളൂ. പെറ്റി കേസ് അങ്ങനെ ചാർജ് ചെയ്താൽ മതി. ഒപ്പിട്. അത് ഒപ്പിടാൻ. കോൺസ്റ്റബിൾ സർ, കം ഓൺ. ഇവിടുത്തെ മിമിക്രി കൊലാകാരന്മാരെ ഇങ്ങ് വിളിക്കുക.
എന്ത് പറ്റി സാർ? ആരുടെ ബോണറ്റ് ദോശക്കല്ലാക്കിയത്? ഇപ്പൊ എന്റെ ഊരകം മുഴുവൻ ബുൾസ ആയേനെ. അങ്ങോട്ട് സെർച്ച്. നോ 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 ഫാദർ തർക്കണ്ണം ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല. എല്ലാം ഷിറ്റിമോൾ തന്നെയാണ് ഷൂട്ട് ഔട്ട് ചെയ്യുന്നത്. ബ്ലഡി ഷിറ്റ്. നോ സർ, ഐ ആം ഷിറ്റിമോൾ. ഷിറ്റിമോളായാലും ഷഡ്ഡിമോളായാലും ശരി തന്നെ. ഈ ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ ലോങ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത് റോങ് ആണ്. ഏറ്റവും അപകടം പിടിച്ച 2 സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ രണ്ടിന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. സോറി സർ. പോലീസ് ആയ ഇങ്ങനെ തന്നെ വേണം. ഇതാണ് സാറാ മിമിക്രിക്കാരൻ. ഓഹോ, ഇവന്മാരാണല്ലേ. ഇങ്ങോട്ട് മാറിക്കടോ. എന്നെ മനസ്സിലായില്ല. ഐ ആം ചക്രവർത്തി. ഹലോ. ഹായ്, മിഥുൻ ചക്രവർത്തി. ഹലോ. ഷോർട്ട് ഫോമിൽ എന്നെ ഡിപ്പാർട്ട്മെന്റിലെ MC എന്ന് വിളിക്കും. കേട്ടിട്ടില്ലേ? നമ്മൾ അടിക്കണ അത് അടിക്കുന്ന MC, ഇത് ഇടിക്കുന്ന MC. ഇവനാരാ? വടിവേലു പഴുത്ത പോലുണ്ടല്ലോ. താഴെ മാത്രമല്ല മേളിലോട്ടും. സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റാ. താങ്ക് യു. പെരുക്കി പിടിച്ചിരിക്കാൻ നീ ആരടാ? ജയനോ? കാണിക്കടോ. എന്ത് ജയനെ കാണിക്കടോ? നീയാണോടാ വഴിവെക്കിൽ നിന്ന് പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി? ഇത്രയും വർഷമായിട്ട് ഈ ഡയലോഗെങ്കിലും തനിക്കൊന്ന് മാറ്റി പറഞ്ഞുകൂടാടോ? വേറെ ഡയലോഗ് ആവും പറയണ്ട. ഇനി മേലിലെങ്കിലും എന്റെ ജയേട്ടനെ ആരും അനുകരിക്കരുത്. മനസ്സിലായോ? നീയൊക്കെ കുറെ പെറുക്കികൾ കാരണം എന്റെ ജയേട്ടൻ നേരത്തെ അങ്ങ് പോയത്. അവിടെ അയാൾക്ക് സ്വസ്ഥത കൊടുക്കൂലെന്ന് വെച്ചാ ഇടിച്ചുരുട്ടി നിന്നെയൊക്കെ ചപ്പാത്തി പരുവത്തിലാക്കും. മനസ്സിലായോ? നീ ആരടാ? ജോസ് പ്രകാശോ? മനോജ്. ഇങ്ങോട്ട് മാറി നിക്കടാ. അപ്പൊ നിനക്ക് കൊലപാതകവും ബലാത്സംഗവും ചെയ്ത് ശീലമുണ്ടായിരിക്കും. ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന എങ്ങനെയെന്ന് കാണിക്കടാ. കാണിക്കടാ. നിന്റെ കഴുത്തിലല്ല, എന്റെ ഈ ബലിഷ്ഠമായ കഴുത്തുകളിൽ കാണിക്കടാ. പിടിക്ക്. പോരാ. പിടിച്ചില്ലെങ്കിൽ സാർ ഇടിക്കും. നല്ല രീതിയിൽ പിടിക്കടാ. പോരാ. പോരാ. നീ എന്റെ കഴുത്തിന് പിടിച്ച എന്റെ മിഡിലെ ഒബ്ലാൻ കെട്ട് വരെ തകർത്തല്ലടാ. പിടിക്കാൻ പറഞ്ഞ നീ ഉടനെ പിടിക്കോ. അപ്പൊ ഈ കൈ കൊണ്ടാണ് നീ കാസിംബായുടെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. അയ്യോ, കൊലയാളി ഞാനൊന്നുമല്ല സാർ. നീ അല്ലേ മിണ്ടരുത്. വിലങ്ങ് കൊണ്ടോന്നില്ല സാർ. നല്ല തുണ്ട് കറങ്ങാൻ എടുത്ത് കെട്ടി വലിച്ചോണ്ട് പോടോ. ഇവനെ വിട്ടുകളയരുത്. എവരോ തറ കണ്ട ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ഇവിടെ ആരും ഇല്ലടാ. എവിടാ തറയാൻ പറയേക്ക? ഇവിടെ ഇല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഈ പോലീസുകാർക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കും. ഇരിക്കൂ. വേണ്ടച്ചോ, എനിക്ക് ഇരിക്കാൻ കഴിയില്ലച്ചോ. അതെന്താ, മൂലക്കുരുവിന്റെ ഉപദ്രവണ്ട? അതല്ലച്ചോ. പിന്നെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതൊരു മുഖമാണോ? അർപ്പിക്കലച്ചോ, പറഞ്ഞു വരട്ടെ. ഓർമ്മ കാണില്ല. പിച്ച വച്ച് തുടങ്ങിയ കാലം മുതല് ഒരു പിച്ചക്കാരനെ പോലെ ഈ കൊച്ചു കലാകാരൻ കൊച്ചിയിലെ കലാദർശനയുടെ വാതിൽ മുട്ടി വിളിക്കാറുണ്ടായിരുന്നു. അന്ന് ഇവിടെ സിദ്ദിഖ് ലാലും ജയറാമും ചാലക്കുടി മണിയൊക്കെ അരങ്ങ് തകർക്കുകയായിരുന്നു. അവരിൽ ഒരാളായി ഈ എന്നെയും ചേർക്കണമെന്ന് പലവട്ടം ഞാൻ അച്ഛനോട് കെഞ്ചിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ യാചന അച്ഛൻ ചെവിക്കൊണ്ടില്ല. പകരം ചെവിക്ക് പിടിച്ച് അച്ഛൻ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ദാറ്റ്സ് ഓൾ. അച്ഛോ, എനിക്ക് വേറെ ട്രൂപ്പുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ വന്നാൽ ഒരു സിനിമാ നടനാകാന്ന് ഞാൻ മോഹിച്ചു. പക്ഷെ ആ മോഹം എനിക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഒരു ഗതിയും പരഗതി ഇല്ലാതായപ്പോ ഞാൻ നേരെ ചെന്ന് പോലീസ് ചേർന്നു. തെറ്റാണോ അച്ഛോ? എന്താ? ഒന്നും പറഞ്ഞില്ലേ? ഇനിയെങ്കിലും കാക്കിക്കുള്ളിൽ വീർപ്പ് മുട്ടിക്കിടക്കുന്ന ഈ കൊച്ചു കലാകാരനെ അറ്റ്ലീസ്റ്റ് ഒരു കലാഭവൻ നാരായണൻകുട്ടി ആയിട്ടെങ്കിലും ആക്കി തന്നാ മതി. തരില്ലേ അച്ഛോ? തരാം. അത് മതി. ഇനി അച്ഛൻ ഈ ലോഹയൊന്ന് മാറ്റിക്കേ, എനിക്കൊന്ന് പിടിക്കാനാ. എന്താണ്? കാല് പിടിക്കാനാന്നു. അത് ശരി. കേസന്വേഷണത്തിന് വന്നതല്ലേ, മിമിക്രി ട്രൂപ്പിൽ ചേരാൻ വന്നതല്ലേ? കാര്യം കാണാൻ ഏത് കഴുതക്കാലം പിടിക്കണമല്ലോ അച്ഛോ. എന്നെ ട്രൂപ്പിലെടുക്കാന്ന് വാക്ക് തരൂ അച്ഛോ. തറക്കണ്ട അച്ഛ, വാക്ക് താ എനിക്ക്. എനിക്ക് വാക്ക് തരാണ്ട് ഞാൻ ഈ കളിയൊന്നും വിടില്ല. ഞാൻ വിടൂല.
എന്നല്ലേ പറഞ്ഞത്? അച്ഛൻ വെറുതെ ഒരു വാക്ക് പറ. എന്നാ എഴുതി പോലീസാണ് കാല് വാരും നിലത്തെടുക്കുമ്പോ വാക്കുകൊടുത്തേക്ക്. എനിക്ക് വാക്ക് താ അച്ഛാ, എനിക്ക് വിട്ടോളാൻ വയ്യ. വന്ന് കേറിയപ്പോ എന്തൊരു പവറും ജാടയായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്റെ കാക്കക്കുള്ളിയിലെ കലാഹൃദയം? നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ, എന്നെ എടുത്തു എന്ന് പറയാച്ചോ? പിള്ളേരെ, ഈ കാലുപിടുത്തക്കാരന്റെ കയ്യിൽ എന്തെങ്കിലും കോപ്പുണ്ടോന്ന് ഒന്ന് പരിശോധിച്ചു നോക്കും. പരിശോധിക്കേണ്ട കാര്യമില്ലച്ചോ, ഞാൻ ഓക്കെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. നടക്ക. അല്ല, അതിന്റെ ആവശ്യമുണ്ട്. നടക്കാൻ. കാല് പിടിക്കാൻ വന്നതല്ലച്ചോ, എന്റെ തൊപ്പി എടുക്കാൻ വന്നത്. ഞാൻ ഓക്കെയാണ്. പോലീസാണ്, മറക്കൽ. അങ്ങോട്ട് കുരുങ്ങുമീന്. ടാറ്റ ബിർള അംബാനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ്. പൈസക്കാരന്റെ കയ്യിലെപ്പോഴും പെപ്സി കുപ്പിയാ, ഈ പാവപ്പെട്ട ഞമ്മന്റെ കയ്യില് സോഡ കുപ്പിയാ. ദിസ് ഈസ് കൊച്ചി കായൽ. മാറ്റമുണ്ടല്ലേ? നോ, ഫ്രണ്ട് വാട്ടർ. കായൽ നമ്മുടെ മുമ്പിലല്ലേ, അപ്പൊ ഫ്രണ്ട് വാട്ടർ അല്ലേ? See this net? Made in China. China? Yeah. 6 മാസം ഗ്യാരണ്ടിയേ ഉള്ളൂ. ചൂണ്ടക്കെറുക്കാൻ ഇരയില്ലാതിരിക്കായിരുന്നു ഇവനെ കൊരുത്തിട്ടാ. One useless fellow. 1 minute. എന്താ ബ്രിട്ട പരിപാടി? ഗൈഡ് പണിയൊക്കെ നിർത്തിയപ്പോ ചൂണ്ടടല് തുടങ്ങിയോ? ഞാൻ സ്രാവിനെ പിടിക്കാടാ ബെടി. സ്രാവിനെ ഈ വെള്ളത്തിന്നോ? അതോ ഈ ചൂണ്ട കൊണ്ട്? കിട്ടിപ്പോയി, സ്രാവിനെ കിട്ടിപ്പോയി. വരൂ സ്രാവേ വരൂ. ഇത് സ്രാവോ? ഇത് പേട്ടക്കൂരിയല്ലേ? നിന്റെ പേരെന്താ? ജപ്പാൻ ബാബു. എടാ, ഇത്രയും പോകുന്ന നിനക്ക് ജപ്പാൻ ബാബു എന്ന് പേരിടാമെങ്കിൽ ഈ മീനിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സ്രാവെന്ന. എന്താ കുഴപ്പമുണ്ടോ? എടാ, എന്റെ മീനിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും. മോനെ ബിൽബർട്ടേ. ഗേൾസ്, ഇനി ഇവിടെ നിന്നാ ഇവൻ എന്നെ കുറിച്ച് ചൂണ്ടയിടും. ലെറ്റ്സ് ഗോ. അതാ നല്ലത്. ഞാൻ ഇര കുരുത്തിടാൻ പോവുകയാണ്. കിട്ടിപ്പോയി സ്രാവിനെ കിട്ടിപ്പോയി. Oh my God, മീൻ again. Awesome. What exactly is that? This is special liquid. ഇതിന്റെ മണം കൊണ്ട് മീൻ കുഞ്ഞുങ്ങൾ ഓടി ഓടി വരും. Give me one bottle. എന്റെ കയ്യിൽ only 2 bottles. Oh, please give me one. With this tickets, 750 rupees. All right. You are okay? I'll give you the money. Okay, give me. പുല്ല് വളയണില്ല. Give me. Thank you. Chill, ma'am. പിടി. Okay. It will be a great catch. 780 രൂപ. പഴശ്ശിരാജയെ കൊന്ന അന്ന് മുതൽ ഈ പന്നികളെ ഞാൻ ഓങ്ങി വെച്ചേക്ക. എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടി. 750. ഇന്നത്തെ കാര്യം ഓക്കെ. സ്റ്റോപ്പ്. Come on, Dad. Come on. Hey, my son. How is my coat? Britas, grand അല്ലേ? ഇതാണോ ഗ്രാൻഡ്? ഈ നല്ല കോട്ടിനകത്ത് എന്തിനാ വെറുതെ പാറ്റ ഗുളിക എടുത്തിട്ടിരിക്കുന്നത്? അതാ ഈ സ്മെല്ല്. ഇത് ഹിറ്റ്. പാറ്റ കൊല്ലാനുള്ള മരുന്നാ. ഇത് പുറത്തടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണോ ഞാൻ അടിച്ചത്? കണ്ടില്ലേ, ബിഗ് പാറ്റ. പിള്ളൻ സാഹിബിലേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പാറ്റയോ? നോ, ദിസ് കോട്ട്. ഓഹോ. അദ്ദേഹത്തിന്റെ മകനെ ഒരുപാട് കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. 1976-ലല്ലേ? എന്നാ ഓട്ടോയിലേക്ക് കയറ്. Gladys, Dora, Derry, come, get it auto. വെഡിങ് തുടങ്ങും, ഫുഡ് ഫിനിഷ് ആവും. Oh, you have money for auto? I don't have. മറന്നുപോയി. ദാ, ഇത് കല്യാണത്തിന് കൊടുക്കാനുള്ളതാ. ഇത് 250 ഉണ്ടല്ലോ. 50 ഞാൻ എടുത്തോട്ടെ for my expense. വേണ്ട. ഇത് 50 രൂപയുണ്ട്. സൂക്ഷിച്ച് ചെലവാക്കണം. കുറെ കാശ് കിട്ടിയെന്ന് കരുതി വെറുതെ അറമാദിക്കരുത്. Thank you, my sweet. Okay. Come. Bye, my son. Come on, quick. Don't waste time, you know. മമ്മ, ഫുഡ് റെഡിയാണോ? യെസ്, കഞ്ഞിയുണ്ട് ആൻഡ് ചമ്മന്തി. പ്രോൺസ് പൗഡറും ഉണ്ട്. ഓക്കെ. അതെന്താ ഈ പ്രോൺസ് പൗഡർ എന്ന് പറഞ്ഞാല്? ചെമ്മീൻ പൊടി. You don't know. Poor fellow. Go. हेलो पिताश्री, आप बोलिए ना. नहीं, मैं कोयम्बतूर मैम हूँ. इधर हमारा कंपनी का एनुअल मीटिंग चल रहा है. थैंक यू जेंटलमैन, थैंक यू. नहीं बाबा, मैं इधर बोल रहा है. आप इन्हें पिताश्री, हमको माताश्री खाइसा है. अच्छा, सिकंदर भाई कहाँ है?
ठीक है हमारे छोटी से बहन शिल्पा शेट्टी अच्छा रहा है अच्छा എന്റെ ഷട്ടി വെയിലത്തിട്ടിരുന്ന് ഉണങ്ങിയോ എന്തോ എന്റെ പൊന്നളിയ പിതാശ്രേ മെയിൻ പറയുന്ന ഒന്ന് കേൾക്കൂ സുധാകരണ്ണ വർഷാപ്പിന്റെ ഗേറ്റ് അങ്ങോട്ട് തുറന്നിട്ടെ നല്ല കിളി പോലെ ഒരെണ്ണം അങ്ങോട്ട് വരുന്നുണ്ട് താക്കോല് സ്യൂട്ട് ആവണില്ലേ സ്യൂട്ടായി ഞാൻ ഇവളുമായി ഇപ്പൊ അങ്ങോട്ട് വരും ഒരു വണ്ടി അടിച്ചു മാറ്റുന്ന പാടെ ബെൻസിലിരിക്കുന്ന അതേ സുഖം ഈ കോട്ട് പുതിയതാണെന്ന് തോന്നുന്നു പ്രശ്നാക്കണ്ട ഇതും കൂടെ അങ്ങിട്ടേക്കാം ഒന്നടങ്ങിപ്പോടാ ഇനി കുറച്ച് എ സി ഇരിക്കട്ടെ അവിടെ തണുപ്പ് കേറി അങ്ങ് തലച്ചോറ് വരെ ചെല്ലട്ടെ ഈ മുടിഞ്ഞ ഹിന്ദി പറഞ്ഞു മനുഷ്യന്റെ സുഷിമ്നാ നാടി വരെ വളഞ്ഞു ആഹാ എന്തൊരു സുഖം അവിടെ നിക്ക് ആപ്പിൾ എന്റെ പെറ്റ തള്ള പോലെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല ഈ വണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ച എന്റെ പ്രിയപ്പെട്ട വണ്ടിക്കാരാ ഈ സുഗുണം നിന്നെ ഒരു കാലത്തും മറക്കില്ല നമുക്ക് പോവാം സ്റ്റോപ്പ് ഡാഡി മമ്മി വീട്ടിലില്ലാന്ന് ഇവളുടെ അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു സ്റ്റോപ്പ് ശിരസി കേറി ഈശ്വര മുലക്കുപ്പി അല്ല പാൽക്കുപ്പി എന്താവട്ടെ അയ്യോ സാറേ ഇതങ്ങാട്ടങ്ങാട്ടാ പിടിച്ചാണ് എന്റെ പളനിമല അയ്യപ്പാ അയ്യോ ഞാൻ കടിച്ച് തിന്നട്ടാ കുട്ടിക്കാലത്ത് അധോലോക സിനിമകൾ കണ്ട് അധോലോക ചക്രവർത്തിയാകാൻ വേണ്ടി വീട്ടിൽ നിന്ന് നാട് വിട്ടിറങ്ങിയതാ ഞാൻ ഇപ്പോഴും ഇവിടുത്തെ അടുക്കള ചക്രവർത്തിയായിട്ട് വാഴുന്നു എന്നെ അനുഗ്രഹിക്കണം സാറിന് പാവം കിട്ടും എന്നെ അങ്ങനെ വലിച്ചെറിയരുത്. I am underworking.